സുഹൃത്തുക്കളെ, ഹായ്. നമ്മളപ്പോഴേ കഴിഞ്ഞ ദിവസം കുറേ നോട്ട്സിനെ കുറിച്ച് പറഞ്ഞു, അതായത് കെട്ടുകളെ കുറിച്ച്. ഇന്ന് നമുക്ക് ഉപയോഗം വരുന്നൊരു കെട്ടും കൂടെ പറഞ്ഞു തരട്ടെ. അതിന് രണ്ട് വ്യത്യസ്ത തരം റോപ്പുകളാണ് എടുക്കുന്നത്. അത് വ്യത്യസ്ത തരം എന്ന് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത കണക്കിലുള്ള റോപ്പുകളാണ് അതിനാവശ്യമുള്ളത്. കെട്ടേതാണെന്ന് മനസ്സിലായോ? ഷീറ്റ് ബെൻഡ് എന്ന് പറയും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് റീഫ് നോട്ടിനെ കുറിച്ച്. അതാകുമ്പോൾ ഒരേ കനമുള്ള കയറുകളെ തമ്മിൽ കൂട്ടിക്കെട്ടാനായിട്ട് ഉപയോഗിച്ചു. ഇതാകുമ്പോൾ വ്യത്യസ്ത കനത്തിലുള്ള കയറുകളെ തമ്മിൽ കൂട്ടിക്കെട്ടാൻ. ഇപ്പം അത്യാവശ്യം നമ്മൾ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ ടെൻറ്റ് കെട്ടാനോ അല്ലെങ്കിൽ ഗാഡ്ജറ്റുകൾ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴോ നമ്മളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കയറ് പൊട്ടിപ്പോയെന്നിരിക്കട്ടെ, അപ്പം വേറൊരു കനത്തിലുള്ള കയറ് കയ്യിലിരിക്കുന്നെങ്കിൽ കൂട്ടിക്കെട്ടാനായിട്ട് നമ്മൾ ഷീറ്റ് ബെൻഡായിരിക്കും ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലെ യൂസ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ തൊട്ടിൽ കെട്ടുന്ന ആളുകളല്ലേ നമ്മൾ, അമ്മമാരൊക്കെ ആകുമ്പോൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കൊക്കെ ഒരു ഊഞ്ഞാലോ തൊട്ടിലോ ഒക്കെ കെട്ടിക്കൊടുക്കാം നമുക്ക് ഇത് വെച്ചിട്ട്. എങ്ങനെയാണ് അപ്പോൾ പറയുന്നത്? അതാ ആദ്യം ഒരു ലൂപ്പ് മീൻസ് ചുമ്മാ ഇങ്ങനെ എടുത്ത് വെക്കുന്നു കയ്യിലോട്ട്. അതിനകത്തേക്ക് രണ്ട് കട്ടിയിലുള്ള കയറുകളാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ഒരു കയറിട്ടു. ഇട്ട ശേഷം ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. ഞാൻ പിന്നെ ഇവിടെ വിരൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ കയറിനകത്ത് കണ്ടല്ലോ. ഒന്ന് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കുന്നു. അതിനുശേഷം ഇതിനകത്തൂടെ ഇങ്ങനെ കയറ്റുന്നു. എന്നിട്ട് പിടിച്ചങ്ങ് വലിച്ചു കളയരുത്. വലിച്ചു കളഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് പുറത്ത് പോരും കേട്ടോ. അത് ഇത്രയും വെച്ച് കാണിക്കുക. കണ്ടില്ലേ? കെട്ട്. ഈ കെട്ടിൻ്റെ പേരാണ് ഷീറ്റ് ബെൻഡ്. അപ്പം രണ്ട് കനത്തിലുള്ള കയറുകളെ തമ്മിൽ കൂട്ടിക്കെട്ടാനാണ് ഈ ഷീറ്റ് ബെൻഡ് ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിന് ശേഷം തൊട്ടിൽ കെട്ടിയും കൂടെ കാണിച്ചു തരാം. തൊട്ടിൽ എന്ന് പറയുമ്പോൾ വലിയ തൊട്ടിൽ കെട്ടാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പ്രയാസമാണ്. നമുക്കിപ്പോൾ ഒരു ഡെമോ കാണിച്ചു തരാം ഇതിന് ശേഷം. അതായത് കണ്ടില്ലേ, ലൂപ്പ് ഉണ്ടാക്കി അതിനുശേഷം ആ കയർ അതിനകത്തേക്ക് എടുത്തു. ആ വിരൽ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു തവണ ഇതിനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നു. ഇതിൻ്റെ അകത്തൂടെ ഒന്ന് കയറ്റിയെടുത്തു. അതിനുശേഷം പിടിച്ച് വെച്ചോണം, കയ്യിൽ പിടിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ വലിക്കുമ്പോഴത്തേന് ഇങ്ങനൊരു ക്രോസ് ബോർഡ് വരും. ഇത് സാധാ ഷീറ്റ് ബെൻഡാണ്. നമ്മൾ ഡബിൾ ഷീറ്റ് ബെൻഡൊക്കെ കിട്ടാറുണ്ട്. അത് പിന്നെ പറഞ്ഞുതരാം. ഇതാണ് ഷീറ്റ് ബെൻഡ് എന്ന് പറയുന്നത്. കണ്ടല്ലോ? അപ്പോൾ നമ്മുടെ ഷീറ്റ് ബെൻഡ് കിട്ടാനായിട്ട് ഞാൻ വലിയൊരു ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അറ്റം എടുത്ത് ഒന്ന് നമ്മൾ മടക്കുക. നമുക്ക് പിടിക്കാൻ കഴിയും. ഇച്ചിരി രീതിയുള്ള വലിയ ഷീറ്റാണ്. നമ്മൾ സാധാരണ ഇങ്ങനെ കുഞ്ഞിന് തൊട്ടിൽ കെട്ടാൻ ഒരു ഷീറ്റ് എടുക്കും. ആ ഷീറ്റ് എടുക്കുക. അതിന് ശേഷം നമ്മൾ അറ്റം ഒന്ന് ചുറ്റി പിടിക്കുക. ഇങ്ങനെ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ചുരുട്ടിയെടുക്കുക. അതിന് ശേഷം നമ്മൾ കയറ് വലിയ കയറായിരിക്കുമല്ലോ എടുക്കുക. ഞാനിപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന റോപ്പ് തന്നെയാണ് എടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ നേരത്തെ ആ വലിയ കയറ് യൂസ് ചെയ്ത് ഒരു ലൂപ്പ് ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ നമ്മൾ ഈ തുണിയിൽ ഒരു ലൂപ്പ് ഉണ്ടാക്കണം. കണ്ടോ? ഒരു ലൂപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് അതിനകത്ത് ഈ കയറ് കയറ്റിയ ശേഷം ഈ കയറുകൾ ഇത് മുകളിലോട്ടിട്ടേക്കാണ്. അതിനുശേഷം ഇതിനെ എന്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നു. ഈ തുണിയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഈ കയറ് ഈ ലൂപ്പിനകത്തൂടെ കയറ്റുന്നു. കയറിനകത്തൂടെ ഉള്ള ലൂപ്പ് അതിനകത്തൂടെ കയറ്റിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷീറ്റ് ബെൻഡായി. അത്യാവശ്യം വേണമെങ്കിൽ ഇത് ഡബിൾ ഷീറ്റ് ബെൻഡായിട്ട് ഇടുകയും ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ഹാഫ് വെച്ചിട്ട് ഇത് നിർത്തിയാലും മതി. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ കിടത്തുന്നതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി.
ഒരു സൈഡിൽ കെട്ടും, അടുത്ത സൈഡിലും കൂടെ ഇത് ഇച്ചിരി ലെങ്ത്തുള്ള ഷീറ്റാണ്, ബെഡ്ഷീറ്റാണ് ഉണ്ട്. അപ്പോൾ അടുത്ത സൈഡിലും കൂടെ കെട്ടിയിട്ട് കുഞ്ഞിനെ ഇതിനകത്ത് തൊട്ടിലായിട്ട് യൂസ് ചെയ്യും നമ്മൾ. എന്നിട്ട് ഇത് എവിടെയെങ്കിലും മച്ചിലോ വേണം കിട്ടും, ഏതെങ്കിലും കമ്പിലോ എവിടെയെങ്കിലും കെട്ടിയിട്ട് കുഞ്ഞിനെ അങ്ങനെ ഇതിനകത്ത്